ധന്യ, ഈ കഴിഞ്ഞ ദിവസം ഒരു കോൺക്ലേവ് ഒക്കെ നടന്നു. മാധ്യമങ്ങളൊക്കെ ബന്ധപ്പെട്ട് സ്ത്രീ സുരക്ഷയൊക്കെ ബന്ധപ്പെട്ട് വലിയൊരു കോൺക്ലേവാണ് നടന്നത്. അതിൽ ഒരു പ്രമുഖ ചാനലുമായി ബന്ധപ്പെട്ടൊക്കെയാണ് നടത്തിയത്. അത് നടത്തിയ അവതാരകമായി ബന്ധപ്പെട്ട് ഒരു സിനിമയിലെ നമ്മുടെ ഒരു ജനപ്രതിനിധിയായി നിൽക്കുന്ന ഒരു എന്താണ് പേര് തന്നെ പറയാം, സുരേഷ് ഏട്ടനൊക്കെ ബന്ധപ്പെട്ട് വലിയൊരു ചർച്ചകളൊക്കെ ഉണ്ടായി. അത് ഏറിപ്പോയൊരു കാര്യമൊക്കെ ആയിരുന്നു. അപ്പം ഇതിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് സ്ത്രീ സുരക്ഷ, അതുപോലെ തന്നെ ഈ പലതരത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെയായിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ചർച്ച നടത്തിയ വ്യക്തി ആ ഒരു മാധ്യമ പ്രവർത്തകർക്കെതിരെ ഇപ്പോൾ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നു എന്നാണ് കേൾക്കുന്നത്. അത് വളരെയധികം ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നു IBയുടെ അന്വേഷണം വരെ ഈ കാര്യത്തിൽ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. നമ്മളെ കേരളത്തിലുള്ള ആളുകൾക്ക് എന്താണെന്ന് വെച്ചാൽ ഇത്തരം ഒരു കോൺക്ലേവ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ സ്ത്രീ സുരക്ഷ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, ഇവർ നിലപാടിൻ്റെ രാജകുമാരനാണ് എന്ന് പറയുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഇവരുടെ യഥാർത്ഥ മുഖം എന്താണ്, ഇവരെന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഏത് തരം ആളുകളെയാണ് ഇവർ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും കൂടി നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. തീർച്ചയായിട്ടും. ഈ പാർത്ഥൻ പറഞ്ഞതുപോലെ സ്ത്രീ സുരക്ഷ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ കുറെ ഫെമിനിസ്റ്റുകൾ ഭയങ്കരമായി തള്ളിക്കയറുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഇവരോടൊക്കെ ചോദിച്ചാൽ ഇവർ പോലും ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇവരുടെ ശരീരഭാഷയൊക്കെ പിന്നെ അങ്ങ് മാറും. പിന്നെ പറയുന്ന രീതികൾ, നടക്കുന്ന രീതികൾ, സംസാരിക്കുന്ന രീതികളൊക്കെ നമുക്ക് പോലും ഭഗവാനെ 10-12 മക്കളെ പ്രസവിച്ച അമ്മമാര് പോലും ഇങ്ങനെയൊക്കെ, കാരണം അവര് ജീവിതത്തെ കണ്ട ഒരു രീതിയും അനുഭവങ്ങളൊക്കെ വേറെ ആയിരിക്കും. ഒരു അനുഭവം ഇല്ലാത്തവരാണ് വട്ടപ്പൊട്ട് ഫെമിനിസം എന്ന് പറയുമ്പോൾ ഇപ്പൊ അതാണ് വട്ടപ്പൊട്ടും മറ്റേ കമ്മലും വലിയ നീളത്തിലുള്ള കമ്മലും ഇതൊക്കെ ഇട്ടിട്ട് മുറി ഇംഗ്ലീഷും ഒക്കെ വെച്ച് സംസാരിക്കുന്ന ഒരു രീതിയിലൊക്കെ ഇപ്പൊ മാറിപ്പോയിരിക്കുന്നു. എന്തായാലും ഇപ്പൊ ഈ സുരേഷ് ഗോപിയെ ഒരു കോൺക്ലേവിന് വിളിച്ചു. സുരേഷ് ഗോപിയും ഈ മാധ്യമ പ്രവർത്തകയും തമ്മിൽ സംസാരം നടന്നു. സുരേഷ് ഗോപി കറക്റ്റ് ആയിട്ടുള്ള മറുപടികൾ കൊടുത്തു. പിന്നീട് അത് വൈറലായൊക്കെ ചെയ്തു. ഇപ്പം ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു എല്ലാ ചാനലുകളിലും ആഷിക കപൂറിനെ റിമ കല്ലിങ്കലിനെയും കാണാൻ സാധിക്കും. റിമ കല്ലിങ്കലിനെ കാണാൻ സാധിച്ചില്ലെങ്കിലും ആഷിക കപൂറിനെ എല്ലാ ചാനലിലും ഏഷ്യനെറ്റിന്റെ ചർച്ചയിൽ ഞാൻ വിചാരിക്കും ഒരേ സമയം മനുഷ്യൻ എങ്ങനെ ഈ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു സംശയം. നമ്മളൊക്കെ മാധ്യമ പ്രവർത്തനത്തിൽ നിന്ന ഒരാളാണെങ്കിൽ പോലും ഒരേ സമയം ഇതേ ഇവിടെ കാണുന്നു, ഏഷ്യനെറ്റിൽ റിപ്പോർട്ടർ വയ്ക്കുമ്പോൾ അവിടെ കാണുന്നു, പിന്നെ 24 കാണുന്നു, കുമ്പിടി പോലെയായിരുന്നു ആഷിക കപൂർ. പക്ഷേ ആഷിക കപൂറിന്റെ ഭാര്യയും നടിയുമായ റിമ കല്ലിങ്കലിനെതിരെയാണ് വലിയ ആരോപണം. അതായത് റിമ കല്ലിങ്കൽ ഉൾപ്പെടെ പല നടിമാരെയും നിരന്തരം പാർട്ടികളിൽ പെൺകുട്ടികളെ ലഹരിക്കടിമയാക്കുന്നു എന്നാണ് റിമ കല്ലിങ്കലിനെതിരെ ഇപ്പോ ഒരു ഉയർന്നു വന്ന ഒരു ഗായിക തന്നെ. അവർ നേരത്തെയും തമിഴിലൊക്കെ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു ഗായികയാണ്. അവർ തന്നെ സുചിത്ര എന്ന് പറയുന്ന അവർ തന്നെ ഇപ്പോ രംഗത്തെത്തിയിരിക്കുന്നു. അവർ പറയുന്നത് ഈ ഒരു ഒരു കോൺക്ലേവിൽ നടത്തിയ ഒരു ഇതുമായി ബന്ധപ്പെട്ടാണ് അവരാ കാര്യം കുറിച്ചിരിക്കുന്നത്. അതായത് നിരവധി പെൺകുട്ടികൾ ഈ പറയുന്ന ഈ ലഹരിക്ക് അടിമകളാകുന്നുണ്ട്, നിരവധി പേര് ഇവരെ ലഹരിക്ക് അടിമകളാക്കുന്നുണ്ട്. ബാംഗ്ലൂരും അവിടെ ഇവിടെ ഒക്കെ ഇവരുടെ ഒരു കഫേയുമായി ബന്ധപ്പെട്ട് തന്നെ പല രീതിയിലുള്ള ഗൂഢാലോചനകളൊക്കെ നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം ഈ നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നുണ്ട്. ഈ സിനിമയിൽ ലഹരി ഉപയോഗം കൂടുതലാണ് എന്നുള്ളത് നേരത്തെ തന്നെ ആരോപണം പുറത്തു വന്നിട്ടുള്ളതാണ്. സിനിമയിൽ പലരും ലഹരി ഉപയോഗത്തിന് ലഹരിക്ക് അടിമകളാണ് എന്നൊക്കെ ഉള്ളത് പല രീതിയിലും പലപ്പോഴും പുറത്തു വന്നിട്ടുള്ളതാണ്. പക്ഷേ ഈ ലഹരി എവിടെ നിന്ന് വരുന്നു, ഇത് ആരാണ് സപ്ലൈ ചെയ്യുന്നത്, ഇവർക്ക് ഈ ലഹരി കിട്ടുന്നത് എവിടെയാണ്, ഇതിന്റെയൊക്കെ ചോദ്യങ്ങൾ ഇപ്പോഴും നിൽക്കുമ്പോഴും ഹേമ കമ്മിറ്റിയിൽ പുറകെ കൂടെ ചെന്ന് പിടിച്ചു. 10-25 വർഷം മുമ്പ് ബെഡിൽ കയറ്റി എന്റെ പോലും സമ്മതം ഇല്ലാതെ എന്നെ കിടത്തി പീഡിപ്പിച്ചു. ഇതൊക്കെ ചർച്ച ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഈ ലഹരി ഉപയോഗത്തെ കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഈ കോൺക്ലേവിലെ മാധ്യമ പ്രവർത്തകരെ കുറിച്ചാണ് പാർത്ഥൻ തുടക്കത്തിൽ പറഞ്ഞത് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുന്നത്. അതായത് ഈ ഒരു മട്ടാഞ്ചേരി മാഫിയയുടെ ലഹരി മരുന്ന് കള്ളപ്പണ ഇടപാടുകൾ നേരത്തെ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണെന്നും ഈ മാധ്യമ പ്രവർത്തകർക്കെതിരെ IB അന്വേഷണവും കേന്ദ്ര ഏജൻസി അന്വേഷണവും ഉണ്ടെന്നും റിമ കല്ലിങ്കലിന്റെ പാർട്ടികളിൽ സ്ഥിരം സാന്നിധ്യമാണ് ഈ മാധ്യമ പ്രവർത്തകയെന്നും മാത്രമല്ല ബാംഗ്ലൂരിലും കൊച്ചിയിലും നടക്കുന്ന പാർട്ടികളിൽ റിമ കല്ലിങ്കൽ നടത്തുന്ന പാർട്ടികളിൽ ഇവർ സ്ഥിരം സാന്നിധ്യമാണ് എന്ന് പറയുമ്പോഴും ഇവരുടെയൊക്കെ ഒരു നിലപാട് എന്താണ്? ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നിലപാടിന്റെ രാജകുമാരികളാണ് ഇവരൊക്കെ. ഇവർ ഒരു മൈക്ക് എടുത്ത് വെച്ച് അല്ലെങ്കിൽ ഇവർ സ്റ്റുഡിയോ റൂമിലിരുന്ന് എന്ത് പറയുന്നു അത് കേൾക്കാൻ കുറെ പേര് ഇരിപ്പുണ്ട്. ഇവരാണ് ഒരു ആളിന്റെ വ്യക്തിത്വവും ഒക്കെ നിർണ്ണയിക്കുന്നത്. ഇവരെ മോശമെന്ന് പറഞ്ഞാൽ അവർ മോശമാണ്, ഇവർ നല്ലതെന്ന് പറഞ്ഞാൽ അവർ നല്ലതാണ്. ഇപ്പൊ നല്ല ആളുകളെ മോശപ്പെടുത്താനും മോശം ആളുകളെ നല്ലവരാക്കാനും ഇപ്പൊ മാധ്യമ പ്രവർത്തകർ വിചാരിച്ചാൽ മതി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. അത് എത്രമാത്രം
ഗൗരവകരമാണ് ഇവർക്കെതിരെയുള്ള ആരോപണം എന്നുള്ളതാണ്. അതായത് 25 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ തോണ്ടി എന്നെ പിച്ചി എന്ന് പറയുന്ന സമയത്ത് പോലും, അതായത് ഞാൻ ആദ്യമേ പറയട്ടെ, ഈ റേപ്പ് ചെയ്യുന്നതിനോടോ സ്ത്രീകളെ ആക്രമിക്കുന്നതിനോടോ എനിക്ക് ഒരു യോജിപ്പുമില്ല. അതിന് കൃത്യമായ നടപടി എടുക്കണം തന്നെയാണ്. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ നമ്മളൊരു റേപ്പിന് ഇരയായാലോ, നമ്മളൊരു പീഡനത്തിൽ നമ്മൾ അകപ്പെട്ടു പോയാലോ, നമ്മൾ പ്രതികരിക്കേണ്ട സമയത്ത്, അത് ഇന്ന കാലഘട്ടമായതുകൊണ്ട് ഞാൻ പ്രതികരിച്ചില്ല, ഇന്ന കാലഘട്ടമായതുകൊണ്ട് ഞാൻ പ്രതികരിച്ചു, നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞ് തന്നെ നമ്മൾ പോകണം. ചെറുപ്പത്തിലെ നമ്മളെ വീട്ടിൽ നിന്ന് പഠിപ്പിക്കുന്ന എന്താണ്, നമ്മുടെ ശരീരഭാഗങ്ങൾ ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഒക്കെ പഠിപ്പിച്ച് നമ്മളെ വിടുന്ന ഒരു ഈ കാലഘട്ടമല്ല, പഴയ കാലഘട്ടത്തിലും എന്തുകൊണ്ട് സ്ത്രീകൾ നോ പറയേണ്ടടുത്ത് പറഞ്ഞ് തന്നെ പലരും പോയിട്ടുണ്ട്. എനിക്ക് ആ സാഹചര്യത്തിൽ പറയാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ 25 കൊല്ലം കഴിഞ്ഞ് വന്ന് ഞാൻ പറയുന്നു ഇയാൾ എന്നെ 25 കൊല്ലം കഴിഞ്ഞ് വന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഒരു മാസം അയാളുടെ പ്രതിച്ഛായ നഷ്ടപ്പെടും. അയാൾക്കെതിരെ കുറച്ച് കേസും കാര്യങ്ങളും, ഇപ്പൊ നമുക്ക് നടിയെ ആക്രമിച്ച കേസിൽ തന്നെ ഏകദേശം 8-9 വർഷത്തോളമായി ആ കേസ് ഇങ്ങനെ നീണ്ടു പോകുന്നു, വിചാരണ നടക്കുന്നു. അതിലൊന്നും ഒരു എന്നുള്ളതാണ് അതെ കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പൊ അങ്ങനെയുള്ള കണ്ടെത്തലുകൾ പുറത്തു വരുമെന്ന് പറയുന്നത്, അതിലൊക്കെ അത് കോടതിയിൽ ഇരിക്കുന്ന കാര്യമാണ്, നമുക്ക് ചർച്ച ചെയ്യേണ്ട പ്രസക്തിയില്ല, നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. എങ്കിൽ പോലും നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞു തന്നെ പോകണം. അല്ലാണ്ട് ഒരു കമ്മിറ്റി വന്നതിന് ശേഷം ഇത്ര ധൈര്യം കാണിച്ചവർക്ക്, ഈ കമ്മിറ്റി വരുന്നതിന് മുന്നേ മാധ്യമങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, 30 വർഷമായി ഏഷ്യാനെറ്റ് ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ ചാനലാണ്. അല്ല, അപ്പോൾ ഇവർ പറയുന്ന ന്യായം എന്ന് പറയുന്നത് അന്ന് ഞങ്ങൾ പ്രതികരിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അവസരം നഷ്ടപ്പെടുമായിരുന്നു, പക്ഷേ ഇന്ന് പ്രതികരിക്കുമ്പോൾ അവസരം നഷ്ടപ്പെടില്ലേ എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. അപ്പൊ അന്ന് അവസരവും വേണം, പ്രതികരിക്കാനും വയ്യ, പക്ഷെ ഞങ്ങൾക്ക് അവസരവും വേണം. ഇന്ന് കുറച്ച് പേര് ഈ റിമാ കല്ലിങ്കലിനെ പോലെ, ആഷിഖ് അബുവിനെയും പോലെ, അല്ലെങ്കിൽ കുറച്ച് പാർവതി WCC വന്നു, നടി ആക്രമിച്ചതോടുകൂടി വന്നു, അതൊക്കെ ശരിയാണ് പാർത്താൻ. പക്ഷേ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, നമ്മളൊരു കാര്യത്തിലേക്ക് ധൈര്യപൂർവ്വം ഇറങ്ങുമ്പോൾ നമ്മളെ പീഡിപ്പിച്ചവൻ ആരാണ്, അല്ലെങ്കിൽ നമ്മളെ ജീവിക്കാൻ അനുവദിക്കാത്തവൻ ആരാണ്, നമ്മുടെ അവസരങ്ങൾ നിഷേധിച്ചവൻ ആരാണ്, അത് തൻ്റെ അടുത്തോടെ തുറന്ന് പറയാൻ കഴിയണം. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്കും ചില അവസരങ്ങളിൽ ചിലരോട് മുഖം കറുത്ത് സംസാരിക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷെ ഞാൻ ആ ഭാഗത്ത് പിന്നീട് വരണ്ട എന്ന് ചിന്തിക്കും. പിന്നീട് നമുക്ക് അയാളോട് പ്രതികരിക്കാൻ പറ്റിയില്ല. അയാൾ ആ കാര്യം നമ്മളോട് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ നമ്മളെ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ നമുക്ക് ആ കാര്യം ആ സമയത്ത് പ്രതികരിക്കാൻ പറ്റിയില്ല എങ്കിൽ പിന്നെ ആ ഭാഗത്തേക്ക് പോകണ്ട എന്ന് രണ്ടാമത് ആ ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രതികരിക്കും എന്ന് ഉറച്ച് നമ്മൾ വരണം. നമ്മൾ വരാൻ പോകുന്നത് തന്നെ പറഞ്ഞതുപോലെ ഈ പാർവതി തിരുവോത്തിന്റെ കാര്യത്തിൽ ഒരു കാര്യം ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്ന കാര്യം എന്ന് പറയുന്നത്, പാർവതി പറയുന്നുണ്ട്, മുൻപേ പറയുന്നുണ്ട്, ഞാൻ ഇത്തരം പീഡനങ്ങൾക്കിരയായിട്ടുണ്ട്, എന്നെ ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ അന്നത് പറയാതിരുന്നത് എനിക്ക് എൻ്റെ അവസരങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഞാനത് എനിക്ക് പറയാൻ പറ്റാത്തത്. പക്ഷേ പാർവതി തിരുവോത്ത് ഈ ആരോപണങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ ഇപ്പോഴും ഒരാളുടെയും പേര് പറഞ്ഞിട്ടില്ല. എന്നെ പീഡിപ്പിച്ചു, എന്നെ എന്താണ് ഇങ്ങനെ അവസരങ്ങൾക്ക് വേണ്ടി എനിക്ക് വഴങ്ങി കൊടുക്കേണ്ടി വന്നു എന്ന് പറഞ്ഞു. ഇപ്പോഴും ഈ പാർവതി തിരുവോത്ത് എന്താണ്, അന്ന് ആ പുറത്തു പറയാത്തതിന്റെ പേരിൽ കിട്ടിയ അവസരങ്ങളുടെ പുറത്ത് തന്നെയാണ് ഇന്നും പാർവതി തിരുവോത്ത് സിനിമയിൽ നിൽക്കുന്നത്. തീർച്ചയായിട്ടും. എന്തുകൊണ്ട് പാർവതി തിരുവോത്തിനെ പോലുള്ള ഒരാൾക്ക് ഭയങ്കര ബോൾഡ് ആണെന്ന് പറയുന്നു? അവരുടെ ശരീരഭാഷ, അവർ ആ നോട്ട്ബുക്കിൽ അഭിനയിച്ചതൊന്നും അല്ല പിന്നീട് അവർ കണ്ടത്, അത് അവരുടെ വ്യക്തിത്വം. അവർ ചിലപ്പോൾ മാറാം, അവരുടെ പേരിൽ തന്നെ അവർ മാറ്റങ്ങൾ വരുത്തി. ഈ പേരിലൊന്നും മാറ്റങ്ങൾ വരുത്തുന്ന ഇതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, അത് നിലപാടുകളാണ്, അതൊക്കെ എടുക്കട്ടെ. പക്ഷെ നമ്മളൊരു സംഘടനയുമായി മുന്നോട്ട് പോകുമ്പോൾ ആ സംഘടനയുടെ തലപ്പത്ത് നമ്മളാണെങ്കിൽ, ഇല്ലെങ്കിൽ വേണ്ടല്ലോ, ഒരു 5 സ്ത്രീകൾ അടങ്ങുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയിൽ ഞാൻ മുന്നിട്ട് നിൽക്കുകയാണെങ്കിൽ ഞാൻ പറയണം, എനിക്ക് ഇന്ന അനുഭവങ്ങൾ ഇന്ന ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടായി, എന്റെ തൊഴിലിടത്തിൽ ഞാൻ മാറ്റം ഉണ്ടാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്കുണ്ടായ അനുഭവം ആരിൽ നിന്നാണ്, എങ്ങനെയാണ് എന്ന് തുറന്നു പറയാനുള്ള തന്റെ ഇടം എനിക്കുണ്ടാകണം. എന്നാൽ മാത്രമേ എന്റെ പുറകിൽ നിൽക്കുന്ന സ്ത്രീകൾ മുന്നിട്ട് വന്ന് അവർക്കുണ്ടായ ദുരനുഭവങ്ങൾ അവർ തുറന്നു പറയും. ഞാനെല്ലാം മറച്ചു വെച്ചുകൊണ്ട്, ഞാൻ അവിടെ ഇവിടെയും തൊടാതെ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, എനിക്ക് സിനിമയിൽ അവസരം നഷ്ടപ്പെട്ടു, അത് എനിക്ക് ഇന്ന കാരണങ്ങൾ കൊണ്ട് എനിക്ക് ഞാൻ 7 വർഷത്തോളം സിനിമയിൽ അഭിനയിക്കാതിരുന്നു, എനിക്ക് അവസരം. പാർവതി തിരുവോത്തിന് കഴിവുള്ള ഒരു നടിയാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് അവർക്ക് അവസരം നഷ്ടപ്പെട്ടു? ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കൂ, എന്താണെന്ന് വെച്ചാൽ ഈ പാർവതി തിരുവോത്തിനെ എടുത്താലും റിമാ കല്ലിങ്കിനെ എടുത്താലും അതുപോലെ ആളുകളെല്ലാം എടുത്ത് പരിശോധിക്കുമ്പോൾ ഇവരൊക്കെ ഈ WCC വരുന്നതിന് മുമ്പേ ഇവർക്കൊക്കെ സ്ത്രീ സുരക്ഷ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ ഈ നടി ആക്രമിച്ച കേസ് വരുന്നതിന് മുമ്പേ, അതുകൂടെ ഞാൻ ഉദ്ദേശിച്ചത്, ആ സമയത്തൊക്കെ ഇവർക്ക് ഈ കാര്യത്തിൽ ഭയങ്കര ആധിയുണ്ട് എന്നാണ് നമ്മൾ ഇപ്പം മനസ്സിലാക്കുന്നത്.
പക്ഷെ ആ സമയത്ത് അമ്മയ്ക്കോ ഫെഫ്കയ്ക്കോ സർക്കാരിനോ ഇവർ ഈ ഒരു ഫീൽഡിൽ ഈ സ്ത്രീകൾ ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നു സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞ് ഒരു കത്ത് പോലും ഇവർ കൊടുത്തിട്ടില്ല. മാത്രമല്ല പാർവതി തിരുവോത്ത് അഭിനയിച്ച സിനിമയുടെ സെറ്റിനകത്ത് വെച്ച് അവരുടെ കേരവാനിൽ ഈ സ്ത്രീകളായിട്ടുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് മൂത്രമൊഴിക്കാൻ പോകാനുള്ള സൗകര്യം പോലും ഇവർ ഒരുക്കിയിരുന്നില്ല. അതായത് അവർ സമ്മതിക്കില്ല എന്നാണ് പറഞ്ഞിരുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റിമ കല്ലിക്കലിന്റെ സിനിമയുടെ സെറ്റിനകത്ത് അവർ നിർമ്മാതാവാകുന്ന സിനിമകളുണ്ട്. ആ സിനിമയ്ക്കകത്ത് തുല്യവേതനമാണോ ഇവർ കൊടുക്കുന്നത്? അതായത് റിമ കല്ലിങ്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയ്ക്കകത്ത് എല്ലാ ആളുകൾക്കും ഇവർ തുല്യവേതനമാണോ? അറ്റ്ലീസ്റ്റ് അതിലെ പ്രധാനപ്പെട്ട നടിക്കെങ്കിലും ഇവർ നടന് തുല്യമായ പ്രതിഫലമാണോ കൊടുക്കുന്നത് എന്ന ചോദ്യം ചോദിക്കുമ്പോൾ അതിനെതിരെ ഒരു അക്ഷരം ഉണ്ടാത്തതാണ് ഈ റിമ കല്ലിങ്കൽ. ഇവിടുത്തെ മാധ്യമങ്ങളും സ്മൃതി പരുത്തിക്കാടും അരുൺകുമാറും ഒന്നും ഇത്തരം കാര്യങ്ങളിൽ ഒരു തരത്തിലുമുള്ള കാര്യങ്ങൾ ഇവർ അന്വേഷിക്കുന്നില്ല. റിമ കല്ലിങ്കലിനെതിരെ ഇത്രയും വലിയ ആരോപണം വരുമ്പോൾ ഇതൊന്നും ചർച്ച ചെയ്യാൻ ഇവിടെ ജനം TV മാത്രമേ ഉള്ളൂ. ഇവിടെ ചർച്ച ചെയ്യാൻ ഈ റിപ്പോർട്ടർ 24, ഏഷ്യനെറ്റ്, മനോരമ ഇവരൊക്കെ മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെയും ജയസൂര്യയുടെ ഒക്കെ പുറകിൽ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ. ഇവരെന്താ മിണ്ടാത്തത്, അവരെന്താ മിണ്ടാത്തത്? റിമ കല്ലിങ്കലിനെതിരെ വരുമ്പോഴും ഇത്തരം ഗുരുതരമായ ഒരു ആരോപണം, അതായത് പെൺകുട്ടികളെ ലഹരിക്ക് അടിമയാക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു ആരോപണമാണ് അവർക്കെതിരെ വന്നിരിക്കുന്നത്. ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പോലീസ് അന്വേഷിക്കണം. ഇത്രയും വലിയൊരു ഗുരുതര ആരോപണം ഉന്നയിക്കുമ്പോൾ ആ മാധ്യമ പ്രവർത്തകർക്കെതിരെ, അതായത് റിമ കല്ലിങ്കലിനെ സംരക്ഷിച്ച് ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർക്കെതിരെയുള്ള അന്വേഷണം ഉണ്ടാകണം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ലഹരി എന്ന് പറയുന്നത് മനുഷ്യരെ ഏറ്റവും കൂടുതൽ അടിമകളാക്കുന്ന, അതായത് ചിന്താശേഷി വരെ ഇല്ലാതാക്കുന്ന ഒരു കാര്യം ആണ് ഈ ലഹരി ഉപയോഗം എന്ന് പറയുന്നത്. കൊണ്ടുപോകും. അത്തരം കാര്യങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുവെന്ന് ഒരാൾ ആരോപണം ഉന്നയിച്ചാൽ ഇപ്പോഴും പല നടന്മാർക്കുമെതിരെ ആരോപണങ്ങളാണ്. ആ ആരോപണങ്ങളാണ് ഈ അന്ത്യ ചർച്ചയിൽ വന്നിരുന്നത്. രാത്രി ഘോരഘോരായിട്ട് ഈ അരുൺകുമാർ, സ്മൃതി പരുത്തിക്കാട്, ഹാഷ്മി പോലുള്ളവർ പ്രസംഗിക്കുന്നത്. എന്തുകൊണ്ട് ഇവർ ആഷിഖ് അബൂവിനോടും റിമ കല്ലിങ്കലിനെ കുറിച്ച് ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് ഇവർ പ്രതികരിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു ചോദ്യമല്ലേ. എന്തുകൊണ്ട് ഇവർ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമുക്ക് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഒരു കാര്യം പറഞ്ഞു വെക്കാനുള്ളത്, ഒരു നടിക്കെതിരായിക്കൊണ്ട് ഇവിടെ, അതായത് ഒരു നടന്മാർക്കെതിരെയുള്ള ആരോപണങ്ങളെല്ലാം ഇവർ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു നടിക്കെതിരായിക്കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം ഈ അടുത്ത് വന്നു. ഒരു നഗ്ന ചിത്രം ഒരാൾ പകർത്തി ഒരു നടിക്ക് അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ആ നടി അത് നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അതൊക്കെ ഒരു ആരോപണം മാത്രമാണ് എന്നാണ് പല മാധ്യമ പ്രവർത്തകരും പറഞ്ഞത്. ഇതൊക്കെ ആരോപണമല്ലേ? ആ നടിക്കെതിരെ അന്വേഷണമില്ല, തെളിവുകളില്ലാതെ ഒന്നും പറയരുത്. ഈ നടന്മാർക്കെതിരെ കിട്ടുന്നത് അന്വേഷിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് തെളിവുകൾ ശേഖരിക്കുമ്പോഴാണ് തെളിവുകൾ കിട്ടുന്നത്. ഇവർക്കെതിരെ ഒന്നും കേസില്ല, ഇവർക്കെതിരെ ഒന്നും തെളിവുകൾ ശേഖരിക്കുന്നില്ല. ഇതൊക്കെ ഇരട്ടത്താപ്പിന്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണങ്ങൾ മാത്രമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ ഒരു ഇരട്ടത്താപ്പ് മാധ്യമങ്ങൾ, മാപ്രകൾ അവസാനിപ്പിക്കുന്ന കാലത്തോളം ഇത്തരം തെറ്റുകൾ ചെയ്യുന്നവർ എപ്പോഴും സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ചിലർ ജയസൂര്യ പറഞ്ഞതുപോലെ പാപം ചെയ്യാത്തവർ കല്ലറിയട്ടെ, പാപം ചെയ്യാത്തവരായിട്ട് ആരുമില്ല, എല്ലാവരും പാപം ചെയ്തവർ, പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവരും തന്നെയാണ്. എന്തായാലും റിമ കല്ലിങ്കലിന്റെ കാര്യത്തിൽ ഗുരുതരമായ ആരോപണമാണ് വന്നിരിക്കുന്നത്. അത് അന്വേഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. തീർച്ചയായും.